ദിസ് ഈസ് കവിത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോളുടെ വീട്ടിൽ നിൽക്കുക. പാലക്കാടാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഒരു 3 മണിക്കായി ഇവിടെ എത്തിയപ്പോഴത്തേക്ക്. ഞാൻ, അച്ഛൻ, അമ്മ, അച്ഛൻ, ചേച്ചി, പിന്നെ കുഞ്ഞു വാവ, പിന്നെ ഇവിടെ അച്ഛൻ്റെ ചേച്ചിമാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നതായിരുന്നു ഫാമിലിയായിട്ട് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ വരണം. എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ദൂരോട്ടൊന്നും ഇതുവരെ പോയിട്ടൊന്നുമില്ല. എപ്പോഴും കൊല്ലം അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് കറങ്ങാനൊക്കെ ഇവിടെ പോകുമെന്ന് പറയുന്നു. അപ്പോൾ അവർക്കും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആവും എന്തായാലും. എനിക്കാണെങ്കിൽ ഇവിടെ നല്ല ഇഷ്ടപ്പെട്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല ചൂടായിരിക്കുന്നു, പക്ഷേ ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അത്ര ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ കാണുന്ന ഓടിട്ട വീട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഇവിടെയും ഓടിട്ട വീട്, അവിടെയും ഓടിട്ട വീട്, പിന്നെ അപ്പുറത്തെ സൈഡിൽ എല്ലായിടും ഓടിട്ട വീടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഗൈസ്, ഈ കാണുന്ന 3 പേരും എൻ്റെ അച്ഛൻ്റെ ചേച്ചിമാരാണ്. അപ്പോൾ ഇവർ 3 പേരും ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇവർ ചിക്കൻ കറി ഉണ്ടാക്കട്ടെ. ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നത് ഉച്ചയ്ക്കാണ്. എന്തായാലും പുട്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് കറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ചിക്കൻ കറി പ്രിപ്പറേഷൻ ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. റെഡി ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അമ്പുടുവിൻ്റെ അടുത്ത് വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവൻ എൻ്റെ മൂക്ക് നോക്കിയിട്ട് ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഞാൻ ഇന്ന് മൂക്ക് കുത്തിയതിന് ശേഷം അത് ഉണങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് സീനായി. പിന്നെ ഞാൻ മൂക്ക് കുത്തി ഊരിക്കളഞ്ഞു. ചിരിച്ചു വന്ന് ചിരിക്കടാ, ഒരു ഉമ്മ തരുവോ? അങ്ങനെ കുറച്ച് നേരം അവൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇനി അടുത്ത ഒരു സ്ഥലത്ത് പോവാൻ പ്ലാനുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കോയമ്പത്തൂരുള്ള ഇഷ യോഗ സെൻറ്റർ അവിടെയാണ് പോകാൻ പോണത്. അങ്ങനെ ഗൈസ്, അവസാനം ഞങ്ങൾ ഇഷായോഗിലെത്തിയിരുന്നു. വരുന്ന വഴിക്ക് കുറച്ച് വഴിയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ചതിച്ചു. ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയാണ് ശരിക്കും ഇവിടെ വന്നത്. പക്ഷേ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റി.
Ayo, West Coast where the sun sets gold. Cruising past the waves, feel that rhythm unfold. Beach fronts to backyard, parties in sight under neon sky. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് പോയി. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അടിപൊളിയായിരുന്നു ആ റെസ്റ്റോറൻറ്റ്. Let the funk take the floor. Sing so smooth, leave them shouting for more. Beach chair chillin', toes dug in the sand. With that bassline grooving, life feels so grand. Ayo, West Coast. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ അവിടെ അടുത്തുള്ള റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അങ്ങനെ അവരുടെ വീട്ടിലൊക്കെ കയറിയിട്ടാണ് പിന്നെ തിരിച്ചു വന്നത്. ശരിക്കും ഇവിടെയുള്ള വീടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എല്ലാം ഓടിട്ട വീട്. നമ്മളെ കൊല്ലത്തങ്ങനെ അത്രയും ഓടിട്ട വീടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കണ്ടാൽ കണ്ടു. അങ്ങനെ അടിപൊളി ഒരു പാലക്കാട് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. The funk take the floor.